നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ബിഗ് ബോസ് ഷോയുടെ ഒരു ഗസ്റ്റുകൾ വരുന്ന ദിവസമാണ്. നമ്മുടെ ആഡംബര ഹോട്ടലിൽ 2 ഗസ്റ്റുകൾ വരുന്നു, ശോഭ, ഷിയാസ് കരീം. അപ്പോൾ ഈ ഗസ്റ്റുകൾ വന്നാൽ എന്താണ് അവിടെ നടക്കുന്നത്? ഈ ഗസ്റ്റുകൾ വന്ന് നമ്മൾ പല ഹോട്ടലുകളിലും പലരും ഇപ്പോൾ അവർക്കറിയാം ഹോട്ടലുകളിൽ ഒരു ഗസ്റ്റുകൾ വന്നാൽ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇതുപോലെ ചന്ത ഒരു ഗസ്റ്റുകൾ വരുന്നതും വന്ന ഗസ്റ്റുകളും ചന്തകൾ, അവിടെ ഉള്ളവരും ചന്തകൾ, അങ്ങനെ ആകെ ഒരു ചന്തമയമായിട്ടാണ് ഇന്നലത്തെ നമ്മുടെ ഹോട്ടൽ ടാസ്കിൻ്റെ ഗസ്റ്റുകൾ ഇവിടുന്ന് വീട് വിട്ട് പുറത്തു പോയത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നലെ ഇപ്പോൾ ഗസ്റ്റുകൾ വന്നിട്ട് ഇവിടെ ഒരു കല്യാണം നടത്തണം. ആരെയാണ്? നമ്മുടെ നൂറയുടെ ആതിരയുടെയും കല്യാണം നടത്തണം. നൂറ ക്ലോസറ്റ് കഴിഞ്ഞ ആളാണ്. അങ്ങനെ ആതിര മുതലാളിയുടെ മകളാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഒരു ഭയങ്കര ഒരു മതസൗഹാർദ്ദം, അതുപോലെ തന്നെ ഇല്ലാത്തവനുള്ളവനായാലും കല്യാണം കഴിക്കാം എന്ന് ശോഭ കയ്യിൽ നിന്ന് മോതിരം ഊരിയിട്ട് കൊടുക്കുന്നു. ആതിര അത് ഇടുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു, കിസ് ചെയ്യുന്നു. എന്തൊക്കെ പാർട്ടി ഷോ നമ്മൾ കാണണല്ലേ. അതൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ ഈ എപ്പിസോഡുകളിൽ മോഹൻലാൽ വന്നല്ലോ, നിന്നെ ഞങ്ങൾ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞതിനുള്ള തിരിച്ചടിയാണ്. സമൂഹത്തിൽ ഇവർക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാച്ചീനെടുത്ത് തോരിക്ക് കളയുന്നുണ്ട്. എന്താണ് പ്ലാച്ചീനെടുത്ത് തോരിക്ക് കളഞ്ഞത്? പ്ലാച്ചീനെടുത്ത് തോരിക്ക് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണ്? ബിഗ് ബോസ് പറയാണ്ട് നമ്മുടെ ഷിയാസ് ആ പ്ലാച്ചീനെടുത്ത് തോരിക്ക് കളയില്ല. അവൾ പ്ലാച്ചി എടുത്ത് തോരിക്ക് പോകണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വളരെയധികം ആൾക്കാർ അതിൻ്റെ കൂടത്താണ്, മറ്റതാണ്, മറിച്ചാണ്, പോരാത്തതിന് അതിനും താലോലിച്ച് ഇവൾ കിടന്ന് നടക്കുകയാണ്. അപ്പോൾ ഇവളുടെ കളികളുണ്ടെങ്കിൽ പുറത്ത് ഒന്നുകൂടി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് തന്നെയായിരിക്കാം, ബിഗ് ബോസിൻ്റെ സന്തതിയാണല്ലോ അനുമോള്. അപ്പോൾ അത് ചിലപ്പോൾ ബിഗ് ബോസ് തന്നെയായിരിക്കാം ഷിയാസിനോട് അതെടുത്ത് തോരിക്കളയാൻ പറഞ്ഞത്. അത് ചെറുതായി തോരിക്കളയുന്നില്ല, മതിലിനപ്പുറത്തേക്കാണ് കളഞ്ഞത്. അപ്പം നമുക്ക് വ്യക്തമായിട്ട് സംശയിക്കാം ആ സാധനം ബിഗ് ബോസ് പറഞ്ഞിട്ടാണെന്ന്. പിന്നെ ഇന്നലെ അവിടെ നടന്നൊക്കെ ഒരുപാട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ഷോ ആണ് അവിടെ നടന്നത്. അല്ലാണ്ട് വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അവർ വന്ന കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ വന്ന അവിടുത്തെ ഈ അതിഥികളുടെ വലിയൊരു ഷോ അല്ല നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ കണ്ടതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക് കൊടുക്കലും, അതുപോലെ ഇന്നെ പോലെ നിങ്ങളവിടെ പെരുമാറണം, ഇന്നെ പോലെ ഓരോരുത്തരോട് സംസാരിക്കണം എന്നൊക്കെ എഴുതി കൊടുത്തുള്ള സ്ക്രിപ്റ്റാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പറയാനുള്ളത്, ഒരു പട്ടി ഷോ നടത്തി, വെറുപ്പിക്കുന്ന ഷോ നടത്തി. ആരാണ് നടത്തിയത്? അനീഷിന് എന്താ ഡോളർ കിട്ടിയില്ലെങ്കിൽ അനീഷിന് ഈ ഇപ്പോൾ ഒരു $1, $2, $3 കിട്ടി കഴിഞ്ഞാൽ മൂപ്പർക്ക് ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാന്നുള്ളൊരു നമ്മൾക്കൊരു ശാപം കിട്ടില്ല ചിലർക്കൊക്കെ. അപ്പോൾ അബ്കർഖാനും നമ്മുടെ അനീഷിനും കിട്ടിയ പോണത് ആ ശാപമാണ്. ആ ശാപത്തിൽ നിന്ന് മുക്തി നേടും. ഏതൊരു ശാപത്തിനും അതിനൊരു പരിഹാരം ഉണ്ടല്ലോ. ആ പരിഹാരം ആവും എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇവന് കത്തിയതാണ്. അതോടുകൂടിയിട്ട് ഇവൻ ആകെ പട്ടി ഷോ നടത്തലായ കാര്യമാണ്. ഇന്നിട്ട് ഗസ്റ്റുകൾ, ഇത്രയും വലിയ ഗസ്റ്റുകൾ അവിടെ ഹോട്ടലിൽ വന്നിരിക്കും വേണ്ടി ഇവൻ പറയണത്, എനിക്ക് ഡോളർ കിട്ടാത്തത് കൊണ്ട് ഞാനിവിടുന്ന് ഭക്ഷണം കഴിക്കില്ല, ഞാൻ GMൻ്റെ മുമ്പിൽ സമരം ആരംഭിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് സമരം ആരംഭിച്ചു. എന്താണ് ഇവൻ്റെ മനസ്സിൽ? ഇവനൊരു നല്ലൊരു ഗെയിമറല്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചില പട്ടി ഷോകൾ നടത്തും. ഇന്നാളതുപോലെ തന്നെ നോമിനേഷൻ നടക്കുന്ന സമയത്തുണ്ട് ഇവൻ്റെ ഏറ്റുപോണ്. എന്തിനാണ് ഏറ്റുപോണത് ചോദിച്ചു ബിഗ് ബോസ് ചോദിച്ചു പറഞ്ഞു, അതെ ഈ പൊന്നൂരിക്കുന്നിടത്ത് പോച്ചിക്ക് ഒരു കാര്യമില്ല, എനിക്കിവിടെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ നടക്കുന്ന ഒന്നും എനിക്ക് അറിയണ്ടേ, ഞാൻ പോവാണെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അനീഷ, നീ ആ കുടുംബം വിട്ട് പുറത്ത് പോകണം. അത് ബിഗ് ബോസിൻ്റെ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നീ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കളി നടക്കണമെങ്കിൽ നിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. ബിഗ് ബോസ് പറഞ്ഞല്ലോ നിന്നോട്, നീ ഒരിക്കലും പുറത്ത് പോകരുത്, നീ ആ വീടിൻ്റെ ഭാഗമാണ്, നീ അവിടെ ചെന്ന് ഇരിക്കൂ. നാണം കെട്ടില്ലേ? എന്തിനാണ് ഈ നാണം കെട്ട പളിക്ക് നിൽക്കുന്നത്? നമുക്ക് കിട്ടണം പണം എന്നുള്ള നിലയിലാണ് അവൻ നിൽക്കുന്നത്. എനിക്കിപ്പോൾ കിട്ടണം കപ്പ്, എനിക്കിപ്പോൾ തരണം കപ്പ്, ഇവിടെ ഉള്ളവരൊക്കെ ഞാനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കളിക്കാരൻ, എനിക്ക് കപ്പ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ആ കളി തുടങ്ങിയത്. എന്ത് നാരി കളിയാണ്. ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്നില്ല, നിരാഹാരം. അത് കഴിഞ്ഞിട്ട് വന്ന് ശോഭ പറയുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് ഷിയാസ് ഖാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കണ്, അത് മേടിച്ച് കഴിക്കുന്നു. രാത്രി 2 മണി 3 മണിക്ക് മൂപ്പര് ഭക്ഷണം കഴിച്ചത്. അവിടെ ഇരുന്ന് പാറക്കല്ല് പോലെ. ഇവനൊക്കെ മത്സരാർത്ഥികൾ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ഒരു പട്ടീനെ പോലെ ആട്ട്. അവനവിടെ ഒരു വിലയും കൊടുത്തിട്ടില്ല. ഇവനാരും ഇപ്പം എന്ത് പറഞ്ഞാലും വായിട്ട് അടിച്ചാലും അത് ആരും അതിനെ ഏറ്റുപിടിക്കാനോ അല്ലെങ്കിൽ ഇവൻ്റെ പിന്നാലെ പോകാനോ ആരും നിൽക്കില്ല. ഇവൻ്റെ വാല് പിടിക്കാൻ ആരും നിൽക്കില്ല. ഇവ എന്ത് ചെയ്തോട്ടെ, ഇവ എന്ത് പറഞ്ഞോട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യാത്തതാണ് അവിടുത്തെ കുടുംബക്കാർ. ഇന്നലെ അത് തന്നെ ഉണ്ടായത്. ഇവൻ സമരം എടുത്തു. ആരെങ്കിലും അവിടെ ഹൗസിലുള്ള ആരെങ്കിലും വന്നിട്ട് ഇവനോട് സംസാരിച്ചാൽ, ഈ ഷാനവാസ് ഇത്ര വലിയ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് സംസാരിച്ചാൽ, ഇവൻ അവിടെയുള്ള ഏറ്റവും വലിയ ഫ്രോഡിനെ കൂട്ടുപിടിച്ച് നോക്കുന്നത്. അവിടെയുള്ള ഏറ്റവും വലിയ ഫ്രോഡാണ് നമ്മുടെ ഷാനവാസ്. ആ ഷാനവാസാണ് അവൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇന്നലെ കണ്ടു ഈ അവന് ഷേവ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നത്, അവന് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഷാനവാസാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞതോടുകൂടി ഇവൻ്റെ സ്ട്രാറ്റജി പൊളിഞ്ഞില്ലേ. ഇവൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വന്ന ആൾ എന്തിനാണ് ഷാനവാസിനെ കൂട്ടുപിടിച്ചു? എന്തിനാ ഷാനവാസിൻ്റെ സ്നേഹം അവനെ ഒരുമിച്ച് നിൽക്കുന്നത്? അപ്പോൾ അവന് അതിന് പിന്നെ ഡബിൾ സ്റ്റാൻഡായില്ലേ. ഇവൻ്റെ ഇന്നവരെ ഉണ്ടായിരുന്ന കളിച്ചു കൊടുന്ന ആ കളികളൊക്കെ നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള പൊന്മ കയറ്റിലെ മുട്ടയിടുന്ന പറഞ്ഞാൽ ഇവൻ മുട്ടയിടുന്നത് മുഴുവൻ കിട്ടില്ല. ഇപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് തീർന്ന് വർത്താനം പറയും, ആവശ്യമുള്ളവർത്തോട്ട് മിണ്ടുമില്ല. ഷാനവാസും ഒരു നവീന് ഇതിലൊരു പ്രശ്നം ഉണ്ടായി, പിന്നെ അതിൻ്റെ ഇടയിൽ കയറി എന്നിട്ട് ഷാനവാസിന് വേണ്ടി സംസാരിക്കാൻ നിന്നു. അപ്പോൾ എന്താണ്, ഇവൻ്റെ ഡബിൾ സ്റ്റാൻഡ് അല്ലേ, പിടിച്ചൊരു തള്ള തള്ളി നവീൻ, ഒരൊറ്റ പോക്കാ, ഭയങ്കര പേടി തൂറിയാ. ആ തള്ളി കിട്ടിയോടുകൂടി പിന്നെ അനീഷ് നമ്മൾ അവിടെ ഒന്നും കണ്ടില്ല, എവിടെയോ പോയി ഗുദാമിൽ ഒളിച്ചു തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ്റെ കാര്യങ്ങൾ. ഇവനേക്കാളും താഴെയുള്ള ആൾക്കാർ ആരാണ്, അവരെ നെഞ്ഞത്തേക്ക് കയറും. ഇപ്പം ഇന്നാളെ ആരിനോട് പാത്രം കഴിക്കാൻ പറഞ്ഞു, ഇവന് ഈ വാന നിരീക്ഷണം പോലെ അവിടെ എന്തൊക്കെ ആർക്കാരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കി നടക്കല പണി. ആരിന് അതൊരു വിഷയമൊന്നുമല്ല. ആരിന് ശരിക്കും വന്ന് പാത്രം കഴിച്ചു, അല്ലെങ്കിൽ പറയല ഈ നവീൻ പറഞ്ഞ പോലെ പോലെ എനിക്ക് ആ പാത്രം കഴിയാൻ പറ്റില്ല, നീ എന്താ ചെയ്യുക. അപ്പം അത് അവൻ്റെ സ്റ്റാൻഡ് വലുതായി, അത് വേണ്ട, നമ്മൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പോലെ ആരും അത് കഴി വെച്ചു. അപ്പോൾ ഇവൻ്റെ കൂടെ വള്ളി പിടിക്കാനോ ഒന്നും ആരും വരുന്നില്ല. പക്ഷെ ഇവന് പാലുമ്പളത്തിൽ ഇങ്ങനെ പ്രേക്ഷകരെ ഇന്ന് അടി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ്റെ വിചാരം ഇതൊക്കെ ഗംഭീര കളികളാണ്, ഇവർക്ക് ഭയങ്കര ടാസ്കുകളാണ് എന്നുള്ള നിലയിലാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ ശോഭയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഷിയാസ് ഗസ്റ്റുകളിൽ ഇരിക്കുന്ന സമയത്ത് ഇവൻ വന്നിട്ട് ഷിയാസിന് കൈ കൊടുത്ത് പോന്നു. അപ്പോൾ ശോഭ എന്ത് പറയുന്നത്, ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. ഇതാണോ ഗസ്റ്റിനോട് പെരുമാറ്റം? ഇതാണോ ഒരു തൊഴിലാളിയുടെ പെരുമാറ്റം ഗസ്റ്റിനോട്? എന്നിട്ട് ആ ഗസ്റ്റ് അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾക്ക് വന്നപ്പോൾ എനിക്ക് നിങ്ങളൊരു ബഹുമാനം ഉണ്ടായിരുന്നു, ആ ബഹുമാനമൊക്കെ പോയി ഇവിടെ വന്നപ്പോൾ. നിങ്ങൾ കാണിച്ച ഈ പട്ടി ഷോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. എന്നാലും ശോഭ ഒരു ഡ്യൂപ്ലിക്കേറ്റായി കരയും ചെയ്തു. അപ്പോൾ എന്നെ വേഗം കയറി കഴിഞ്ഞു, രണ്ടുപേരും ഹഗ് ചെയ്തു. അങ്ങനെ ആ ഈ നമ്മുടെ രതിയമ്മൻ്റെ അനീഷിൻ്റെ ഇതുപോലെയുള്ള പട്ടി ഷോകൾ കാണുമ്പോൾ അതൊക്കെയാണ് ഗംഭീരം, അതൊക്കെയാണ് അടിപൊളി, ഇതൊക്കെയാണ് സ്ട്രാറ്റജി, ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ കളികളെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് ഈ അനീഷിൻ്റെ കാര്യം. ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രാന്തനാണോ? പ്രാന്തനല്ല. ബുദ്ധിമാനാണോ? ആണ്. എന്നാൽ ആ ബുദ്ധി തൊട്ട് അവിടെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ അറിയോ? അതും അറിയില്ല. അങ്ങനെ പട്ടി നടന്നിട്ട് കാര്യമില്ല, പട്ടിക്ക് ഇരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ്റെ കാര്യം. ഇവൻ നടന്നിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെയുള്ള ഓരോ ആവശ്യമില്ലാത്ത വള്ളിയും പിടിച്ച് ലാസ്റ്റ് പാലുമ്പളത്തിൽ പണി കിട്ടിയിട്ട് അവന് പ്രേക്ഷകരിൽ നിന്ന് പണി കിട്ടിയാലേ അവന് മനസ്സിലാവുള്ളൂ. പിന്നെ ഇന്നലെ വന്ന ഗസ്റ്റുകൾ അവർ ഈ ഹോട്ടൽ ടാസ്കിൽ വളരെയധികം പരാജയമാണ്. അവർ തോറ്റുപോയി എന്ന് തന്നെ പറയാം. അവർ ഈ ചന്തക്കൂട്ടത്തിൽ കൂടെ അവരും കൂടി, അതന്നെ നമ്മൾ പറയണുള്ളൂ. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കളി കളിക്കാനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. അവർ ഈ അമ്പെ പരാജയപ്പെട്ടു. കാരണം എന്താണ്, ഈ അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ തൂരുവനെ ചോന്നു കഴിഞ്ഞാൽ ചോന്നവനെ മണക്കുമെന്ന് പറഞ്ഞ പോലെ അവിടെയുള്ളവരെല്ലാവരും തൂറിയോരാ, അവരൊന്നും ചന്തി എഴാറില്ല. അപ്പോൾ അവരെ ചോക്കാൻ വന്നോണ്ട് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും നാറ്റടിച്ചു. അതന്നെ, നല്ല രീതിയിൽ ഇവരോട് എന്തെങ്കിലും ചോദിക്കാനോ നല്ല രീതിയിൽ ടാസ്ക് കളിക്കാനോ ഒന്നും ഇവർക്ക് സമയമില്ല. ഇവർക്ക് എല്ലാവർക്കും സ്റ്റാർ കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെയുള്ളവരെല്ലാവരും സമരം ചെയ്യുമോ എന്നുള്ള പേടിയായി നമുക്ക്. അപ്പോൾ അതിലൂടെ ടാസ്ക് പൊളിഞ്ഞു പോകില്ല. അപ്പോൾ ഇന്നലെ അനീഷ് മാത്രമാണ് സമരം ചെയ്യാനും തിക്കും തിരക്കും കൂട്ടാനൊക്കെ നിന്നുള്ളത്. നേരം വെളുത്തിട്ട് ഗസ്റ്റുകളുടെ അടുത്തേക്ക് ഒരു സ്ട്രാറ്റജി ഇറക്കിയിട്ട് നമ്മുടെ ഇവൻ വരുന്നുണ്ട്, അനീഷ് വന്നിട്ട് ഷാനവാസ് അവരാണല്ലോ കൂട്ടുകാർ. ടാസ്കിൽ അവർ ഒരുമിച്ചാണ്, അവർ ഒരു ഇതിലാണ് സ്കിപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നമുക്ക് എന്താ ചെയ്യുക? ഇന്നലെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്ക് ഇന്നലെ സ്റ്റാർ കിട്ടിയില്ല, ഇന്ന് നമുക്ക് സ്റ്റാർ കിട്ടണമെങ്കിൽ ഞാനൊരു സൂത്രം പറയാമെന്ന് പറയുന്നത് ഷാനവാസ്. അപ്പോൾ നമ്മുടെ അനീഷ് ചോദിക്കുക, എന്താ സൂത്രം? അതെ, നമുക്കിന്ന് കരഞ്ഞുകൊണ്ട് പണിയെടുക്കാടാ. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുമ്പോൾ ഗസ്റ്റ് ചോദിക്കും, എന്താ നിങ്ങൾ കരയണത്? ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്, ഞങ്ങൾ നെല്ല് മുറിയുന്ന പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ പല്ല് മുറിയുന്ന പോലെ തിന്നാൻ കിട്ടുന്നില്ല. അതിൻ്റെ കഷ്ടപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കരഞ്ഞ് പണിയുന്നവർക്ക് സ്റ്റാർ കിട്ടടാ. അപ്പോൾ അനീഷ് പറയാം, വെറുതെ അല്ലാട്ടാ നീ നടനായത്, നിനക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം ഷാനവാസേ, നീ ആളൊരു പുലിയാട്ടാ. ഇത്രയും ബുദ്ധി എനിക്ക് വരെ തോന്നിയില്ല. ഞാൻ വെറും മന്ദബുദ്ധി ഈ കാര്യത്തിലൊക്കെ, ഞാൻ വെറും കടാണ്, ഞാൻ തനി വെറും വേസ്റ്റാന്ന് എനിക്ക് ഇപ്പം തന്നെ മനസ്സിലായി എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗസ്റ്റുകളൊക്കെ ഒരു രാത്രി അവർ VIP റൂമിൽ കിടന്നു. അത് കഴിഞ്ഞ് ആര്യനൊന്നും കൊടുത്തില്ല കേട്ടോ. ആര്യന് സാരിയും താങ്ങി പിടിച്ച് നടക്കാറുണ്ട്. ശോഭയുടെ ഒരു ബന്ധുക്കാരനവൻ ആര്യൻ. പക്ഷെ അത് അങ്ങനെ ഒരു പക്ഷപാതമൊന്നും ചെയ്തില്ല, ആര്യനൊന്നും കൊടുക്കണ കണ്ടില്ല. പിറ്റേ ദിവസം എല്ലാവർക്കും ഓർഡറൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് കൂടി എന്ന് പറയുന്നുണ്ട്. ആ ഉപ്പ് കൂടിയിട്ട് അവർക്ക് $2 കൊടുത്തു, എനിക്കൊന്നും തന്നില്ല, എന്നെ ഇവിടെ ക്രൂശിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, ഇത്രയും പണി ചെയ്തിട്ട് എനിക്കൊന്നും തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സമരം തുടങ്ങിയത്. സമരമൊക്കെ വൈകുന്നേരം ആയപ്പോഴേക്കും അതൊക്കെ പൊളിഞ്ഞു പോയി. ഇതൊന്നും നിലനിൽക്കുന്ന സമരങ്ങളല്ല ഈ ഹോട്ടലിലൊക്കെ വന്ന സമരങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റുകളെല്ലാവരും യാത്രയാവാൻ നിൽക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ നന്ദികളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് സംസാരമുണ്ട്. ആ സംസാരത്തിൻ്റെ ഇടയിൽ ഓരോരുത്തരും വന്ന് ഗസ്റ്റുകളെ പുകഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശോഭേനെ പുകഴ്ത്തുന്നുണ്ട്. ശോഭ ഇരുമ്പ് മനുഷ്യത്യാന്ന് പറയുന്നുണ്ട്, ഉരുക്ക് മനുഷ്യത്യാന്ന് പറയുന്നുണ്ട്.
ജാൻസി റാണി എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഷിയാസ് മാടപ്രാവിൻ്റെ ഹൃദയം എന്ന് പറയുന്നുണ്ട്, പാവ എന്ന് പറയുന്നത് ഈ ആനയുടെ ശരീരമുള്ളോ പൂച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയാട്ടോ, അവൻ വളരെ പാവ, ഈ തടി മാത്രമുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അനുമോളുടെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അനുമോൾ പറഞ്ഞ എന്താ, അതേ എന്നെ നന്നായി കളിക്കാൻ വേണ്ടിയിട്ടാണ് സാറ് ആ പാച്ചീനെ എടുത്തത് ഓരോ കളഞ്ഞത്. ഞാനതും കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാര്യങ്ങൾ നോക്കാൻ നേരം ഉണ്ടാവില്ല, ബിഗ് ബോസിൽ കളി നടക്കില്ല, അതുകൊണ്ടാണ് പാച്ചീനെ എടുത്ത് കളഞ്ഞത്. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കരഞ്ഞു പൊളിച്ചത് ആളാണ്. ഇപ്പോൾ അത് ഷിയാസായ കാരണം അവരൊരു ഫ്രണ്ട്സുകളാണ്, അവരൊരു ഷോയിൽ ഒരുമിച്ച് ഒരു കുറേ കാലങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഒരു ബന്ധം വെച്ചിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞത് നീ എന്നെ എടുത്ത് കളയുടെ പാച്ചീനെ, ശോഭയാനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ അവിടെ വെട്ടു അടി നടക്കും, അതുകൊണ്ട് നീ പോയി എടുത്ത് കള, നീ കളഞ്ഞൊന്നും ചെയ്യില്ല അവൾ എന്ന് പറഞ്ഞിട്ടാണ് അത് വിട്ടത്. ആ ദൗത്യം ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ അതിന് അവൾക്കൊരു പ്രശ്നമില്ല. അവർ പെങ്ങൾ ആങ്ങളെയും പോലെയുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അത് ആ ബന്ധം അങ്ങനെ തന്നെ പോട്ടെ. അപ്പോൾ അതുകൊണ്ട് രാക്ഷസിയായിട്ടാണ് കൊടുത്തു നോക്കുന്നത്, കള്ളിയും കാട്ടും നീലി. അതെന്തായാലും നന്നായി. നല്ല മേക്കപ്പിലൊക്കെ നമ്മുടെ ഗസ്റ്റുകൾ വരുമ്പോൾ നിന്ന് ഷൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും നടന്നില്ല, അതൊക്കെ പൊളിഞ്ഞു പോയി. എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് ആകെ തൂക്കിയത് ആരാണ്? നെവിനാണ്. നെവിൻ വന്നിട്ട് ഈ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ചിട്ട് 4 ഡയലോഗുണ്ട്. എൻ്റെ ഷിയാസെ സാറ് ഇവിടെ വന്നിട്ട് 10-15 മുട്ട വൈകുന്നേരം വിഴുങ്ങി ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളിവിടെ ചപ്പാത്തിയും ആ പരിപ്പ് കറിയും കൂട്ടി കഴിയുമ്പോൾ ഒരു മാനുഷിക പരിഗണന ഞങ്ങൾക്ക് തരണ്ടേ? ഞങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ? ഈ തീറ്റ എന്നുള്ള വിചാരം മാത്രമുള്ളൂ. കഷ്ടമാണ് സാറേ. ഞങ്ങളൊക്കെ വെള്ളമിറക്കി ഇരിക്കുക. സാറിൻ്റെ തീറ്റ കണ്ടിട്ട് 1 മുട്ടയല്ല 2 മുട്ടയല്ല 3 മുട്ടയല്ല, അതിൽ എന്തെങ്കിലും ബാക്കി വരുമെന്ന് വെച്ചാൽ എനിക്ക് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. 15 മുട്ടയും 10-16 മുട്ട സാറ് വിഴുങ്ങിയില്ലേ? ഇത് വിഴുങ്ങാനാണോ ഈ ബിഗ് ബോസിലേക്ക് വന്നത്? എന്നങ്ങോട്ട് പറഞ്ഞ് ഷിയാസിനോട്ട് നാറ്റിച്ച് കൈ കൊടുത്തു. അത് അവൻ്റെ ഒരു സ്റ്റൈലുണ്ട് നവീൻ്റെ. ആ സ്റ്റൈലും നമുക്ക് പറയാൻ കിട്ടില്ല. അതൊക്കെ എപ്പിസോഡ് കാണുമ്പോൾ കിട്ടുള്ളൂ. എന്നാ രസം എന്ന് പറയാം മൂപ്പര ഡയലോഗ്. ഇത്രയൊക്കെ ടാസ്കുകൾ ഇവിടെ നടക്കുന്നത്, ഭക്ഷണമില്ലാണ്ട് നടക്കുമ്പോൾ മൂപ്പര് അവിടെ നിന്ന് എന്തൊക്കെ അടിച്ച് മാറ്റിയിട്ട് ഏതോ മൂലയ്ക്കിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കലായിരുന്നു. അതാണ് ഈ അവൻ്റെ ഒരു ഇത് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു രസമായിട്ട് നിന്നിട്ട് സാബു മോന് ഇന്നലെ കൊടുത്തു. ഷിയാസ് നിരത്തി കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു മന്ദബുദ്ധിന്, നിനക്ക് കളിക്കാൻ അറിയില്ല, ഒരു ഷോയിൽ ഒരു 10 മിനിറ്റ് വരെ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുക, ഞാനൊന്ന് കാണട്ടെ, നീനൊന്ന് വിലയിരുത്തട്ടെ, നീ ഒന്ന് ഓണാവുമെന്ന് പറഞ്ഞപ്പോൾ എന്തായി? ആ ജോക്കർ, ആ വടിയും പിടിച്ച് നിൽക്കുന്ന ജോക്കർ നിന്നിട്ട് കുറേ തലകുത്തി മറിയുന്നുണ്ട് ഇങ്ങോട്ട് അറിയുന്നുണ്ട് തലകുത്തി മറിയുന്നുണ്ട് ഒരു കുത്തി മറിയുന്നുണ്ട് എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് പറയും സാറേ ഇഷ്ടപ്പെട്ടൂടാ, ഇതൊക്കെ നിനക്ക് മുമ്പ് എടുക്കാറുന്നില്ലേ? നീ ഇവിടെ മന്ദബുദ്ധിയായിട്ട് ഒരു അക്ഷരം മിണ്ടാണ്ടും പ്രതിമ കണക്ക് നിൽക്കല്ലേ, അതുകൊണ്ടല്ലേ നിന്നിപ്പോൾ പ്രതിമയാക്കിയത്, ഇനിയെങ്കിലും നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യിട്ടാന്ന് പറഞ്ഞിട്ട് സാബുവിന് ചെറിയൊരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കിട്ടി. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കംപ്ലീറ്റ് ഭയങ്കര ചൂടാണ്. ചെന്നൈയിലത്തെ ചൂട് നമുക്കറിയാലോ. ബാക്കിയുള്ളവരൊക്കെ എ സിയുടെ ഉള്ളില്ല. ഇത് ചെന്നൈയിലെ ചൂടിലാണ്. പുറത്ത് നിൽക്കും വേണം, വടി പിടിച്ചിട്ട് മാസ്ക് എടുക്കാനും പറ്റില്ല, ചോറിനാനായിട്ട് 5 മിനിറ്റേ കിട്ടുള്ളൂ. അതിനിടയിൽ ഭക്ഷണം കഴിക്കണം. കാലത്തൊട്ട് വൈകുന്നേരം വരെ ടാസ്ക് നടക്കുമ്പോൾ ഒരേ നിൽപ്പ് നിൽക്കണം. നല്ല അസല് പണിയാണ് കൊടുത്തത്. ഇതുപോലെയുള്ള മിണ്ടാണ്ട് നിൽക്കുന്ന മരവാടുകൾക്ക് കൊടുക്കാനുള്ള പണിയാണ്. അവർ മിണ്ടൂല ഒന്നുമില്ല. ബിഗ് ബോസിൻ്റെ കാശ് മേടിക്കാനും ഫുഡ് അടിക്കാനും വേണ്ടി വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഒരു VIP 2 ഗസ്റ്റുകൾ വരുമ്പോൾ ഇതാണോ അനീഷെ നിൻ്റെ സമരമുറ? ഇതാണോ നിനക്ക് വേണ്ടത്? നിൻ്റെ നോമിനേഷൻ നിനക്ക് എവിടുന്ന് പുറത്ത് പോകുന്നവർക്ക് വേണ്ടിയുള്ള നോമിനേഷൻ നിനക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു നാടകമല്ലേ നീ ഇന്നലെ കളിച്ചത്? ഒരു പട്ടി ഷോ അല്ലേ കാണിച്ചത്? ഈ പട്ടി ഷോയും കൊണ്ട് നീ എത്ര എപ്പിസോഡ് ഇങ്ങനെ പോകുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും ഇന്ന് പുതിയ ഗസ്റ്റുകൾ വരുന്നുണ്ട്. ഈ ഗസ്റ്റുകളൊക്കെ യാത്രയാക്കി പുറത്താക്കി ഇനി പുതിയ ഗസ്റ്റുകൾ ഇന്ന് കയറുന്നുണ്ട്. ഒരാളായിട്ട് വന്ന് നോക്കുന്നത് നമ്മുടെ മുമ്പ് ബിഗ് ബോസിലുണ്ടായിരുന്ന ആളാണ്, നമ്മളിന്നലെ പറഞ്ഞ ആളാണ്. അപ്പോൾ ആളും കൂടി വന്നിട്ട് ഭയങ്കര ദേഷ്യത്തിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പലരോടും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നെവിനൊരു കൂട്ടായി എന്ന് പറയാം ആ വന്ന ആൾ. അപ്പോൾ നെവിനും അതിൻ്റെ ഒരേ വർഗ്ഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. അതുപോലെ തന്നെ ആതിരയ്ക്കും നൂറയ്ക്കും വളരെ സപ്പോർട്ടായി കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അവർക്കൊക്കെ ഒരേ കമ്മ്യൂണിറ്റി ആണല്ലോ അവരൊക്കെ. അതുകൊണ്ട് അവർക്കൊക്കെ വളരെയധികം ഈ സാബുമോൻ ആ ഭാഗത്തിൽ പെട്ടെന്നാണ് അവൻ്റെ വർത്താനൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. എന്തായാലും ക്ലിയർ അല്ല. എന്നാലും അതവിടെ ഇരിക്കട്ടെ. സാബുമോൻ ഈ ആഴ്ച പുറത്ത് പോകുന്ന ആളല്ലേ, ഞാൻ അതിനെപ്പറ്റി എന്ത് പറയാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ ഒരു ഇവിടെ ബിഗ് ബോസിൻ്റെ BB ഹോട്ടൽ പൊളിഞ്ഞ് പാളിഷായി എന്ന് പറയാം നമുക്ക്. വേറെ ഒന്നും കാര്യമായിട്ട് നടന്നില്ല. ഒരു ചന്ത, ഒരു ഞായറാഴ്ച ചന്ത പോലെയുള്ള ഒരു ചന്ത തെരുവാണ് അവിടെ കണ്ടത്. വന്നവരും ചന്തകൾ, അവിടെ ഉള്ളവരും ചന്തകൾ, എല്ലാം ചന്തകൾ. ഒരു ഹോട്ടലായിട്ട് നമുക്ക് അനുഭവപ്പെട്ടില്ല. ഏതരോ എന്തരോ കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.